ഭാരതത്തിൽ ആദ്യം ബംഗ്ലാദേശ് ആവുക അസം എന്ന സംസ്ഥാനം 20 വർഷങ്ങൾ കാത്തിരിക്കുക. 20 വർഷത്തിനുള്ളിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് നിങ്ങൾക്ക് ആസാമിൽ കാണാം. ഇത് ഹിമന്ത് ബിശ്വ ശർമ്മ നൽകുന്ന മുന്നറിയിപ്പാണ്. ബംഗ്ലാദേശിൽ മുസ്ലിങ്ങൾ തല്ലിക്കൊന്ന ശേഷം മരത്തിൽ കെട്ടിയിട്ട് കത്തിച്ച ദീപു ചന്ദ്രദാസിന്റെ വിധി അസമുകാർക്ക് 20 വർഷത്തിനുള്ളിൽ അനുഭവിക്കേണ്ടി വരുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ. കാരണം ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയവരാണ് ഇപ്പോഴത്തെ അസമിന്റെ 40% പേരും. വൈകാതെ അവർ ഭൂരിപക്ഷമാകും. അന്ന് അവിടുത്തെ ഹിന്ദുക്കൾ ബംഗ്ലാദേശിലെ ദീപു ചന്ദ്രദാസിന്റെ ദുർവിധി അനുഭവിക്കേണ്ടതായി വരുമെന്നും ഹിമന്ത് ബിശ്വ ശർമ്മയുടെ മുന്നറിയിപ്പ്. അസമിലെ BJP ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അസമിൽ 2 തരം സംസ്കാരങ്ങളുണ്ട്. അതിലൊന്ന് 5000 വർഷം പഴക്കമുള്ള സനാതന സംസ്കാരമാണ്. എല്ലാത്തരം പ്രാർത്ഥനകളും സ്വീകരിക്കുന്ന ഒന്നാണ് സനാതന ധർമ്മം. പക്ഷേ ഇന്ന് കോൺഗ്രസിന്റെ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയം മൂലം മറ്റൊരു സംസ്കാരം ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. 2011 സെൻസസ് പ്രകാരം അസമിൽ 34% പേരും മുസ്ലിങ്ങളാണ്. അസമിലെ തദ്ദേശീയരായ 3% മുസ്ലിങ്ങളെ ഒഴിച്ചു നിർത്തിയാൽ ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങൾ 31%. ഓരോ വർഷത്തെ സെൻസസിലും 4% വീതം കൂടുന്നു. ഇതനുസരിച്ച് 2027 ബംഗ്ലാദേശിൽ നിന്നുള്ള മിയ മുസ്ലിങ്ങൾ മാത്രം 40%. ഇതിന്റെ അർത്ഥം അടുത്ത 20 വർഷത്തിൽ അസമിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകും. അങ്ങനെ വന്നാൽ ബംഗ്ലാദേശിൽ ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവിനെ മുസ്ലിം വിദ്യാർത്ഥികൾ തല്ലിക്കൊന്നതുപോലുള്ള സ്ഥിതി അസമിലും ഉണ്ടാകും. ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു. ബംഗ്ലാദേശിലെ യുവ രാഷ്ട്രീയ പ്രവർത്തകൻ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിലെ മുഖ്യപ്രതികൾ എന്ന് സംശയിക്കുന്ന 2 പേർ ഇന്ത്യയിലേക്ക് കടന്നു എന്ന് ധാക്ക മെട്രോപൊളിറ്റൻ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹിമന്ത് ബിശ്വ ശർമ്മയുടെ ഈ പ്രസ്താവനയും അതുപോലെ തന്നെ ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ബംഗ്ലാദേശിൽ നിന്ന് ഇത്തരക്കാർക്ക് കടക്കാൻ ഏറ്റവും എളുപ്പമുള്ള സ്ഥലം ഇന്ത്യയായി മാറുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കൊലപാതകത്തിന് ശേഷം മേഘാലയ അതിർത്തിയിലൂടെയാണ് ഇവർ ഇന്ത്യയിലേക്ക് കടന്നത് എന്ന് പോലീസ് പറയുന്നു. ഹാദിയ കൊലപ്പെടുത്തിയതായി സംശയിക്കുന്ന ഫൈസൽ കരീം, മസൂദ്, അലങ്നീർ ഷെയ്ഖ് എന്നിവർ പ്രാദേശിക സഹായത്തോടെ മൈമെൻസിംഗിലെ ഹൽവാഖഡ് അതിർത്തിയിലൂടെ ഇന്ത്യയിലേക്ക് കടന്നു എന്നാണ് ലഭിച്ച വിവരമെന്ന് അഡീഷണൽ കമ്മീഷണർ അറിയിച്ചു. അതിർത്തി കടന്ന് ഇവരെ പുർട്ടി എന്നു പേരുള്ള ആളാണ് സ്വീകരിച്ചത്. പിന്നാലെ സമി എന്നു പേരുള്ള ടാക്സി ഡ്രൈവർ ഇവരെ മേഘാലയയിലെ ടൂറാ സിറ്റിയിലേക്ക് കൊണ്ടുപോയി. ഫൈസലിനെയും അലങ്കറിനെയും സഹായിച്ചവരെ ഇന്ത്യൻ അധികൃതർ കസ്റ്റഡിയിൽ എടുത്തു എന്ന അനൌദ്യോഗിക വിവരം ലഭിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫൈസലിനെയും അലങ്കറിനെയും അറസ്റ്റ് ചെയ്യാനും ശേഷം കൈമാറാനുമായി ഇന്ത്യൻ അധികൃതരുമായി ഔദ്യോഗികമായും അനൌദ്യോഗികമായും ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. ഷെയ്ഖ് ഹസീന സർക്കാരിനെ താഴെയിറക്കാൻ കാരണമായ 2024 പ്രക്ഷോഭത്തിന്റെ പ്രധാന മുഖമായിരുന്നു ഷെരീഫ് ഉസ്മാൻ ഹാദി. കടുത്ത ഇന്ത്യ വിമർശകനായിരുന്ന ഇയാൾ അവാമി ലീഗിന് നേർക്കും കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഡിസംബർ 12-ാം തീയതിയാണ് ഉസ്മാൻ ഹാദിക്ക് തലയിൽ വെടിയേൽക്കുന്നത്. മുഖം മറച്ച അജ്ഞാതരായിരുന്നു അദ്ദേഹത്തിന് നേർക്ക് വെടിയുതിർത്തത്. ഗുരുതരമായി പരിക്കേറ്റ ഹാദിയെ സിംഗപ്പൂരിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോയിരുന്നു എങ്കിലും 6 ദിവസത്തിന് ശേഷം മരിക്കുകയായിരുന്നു. ഇത്രയും പെട്ടെന്ന് ഒരാളെ ഒളിച്ചു താമസിപ്പിക്കാൻ അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് മാറ്റാൻ, അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ, അതും അതിർത്തി വഴി എത്തിക്കാൻ ഇവിടെ സഹായം ലഭിക്കുന്നു എങ്കിൽ ബംഗ്ലാദേശികൾക്ക് ഇന്ത്യയിൽ ശക്തമായ ഒരു സ്വാധീനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഹിമന്ത് ബിശ്വ ശർമ്മയുടെ പ്രസ്താവനയും അതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ 20 വർഷമൊന്നും വേണ്ട, ചിലപ്പോൾ അതിനു മുൻപേ ബംഗ്ലാദേശ് പോലെ ഇന്ത്യയിലെ പല ഭാഗങ്ങളും ആയി മാറും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.